വേങ്ങൂർ പഞ്ചായത്തിൽ ഷോക്കേറ്റ് കാട്ടാന ചരിഞ്ഞു. രണ്ടിലധികം ദിവസത്തെ പഴക്കമുള്ള ആനയുടെ ജഡം നാട്ടുകാരാണ് കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ജഡം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുപുരയ്ക്കൽ കടവിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് കാട്ടാനയുടെ ജഡം കണ്ടത്. കൊച്ചുപുരയ്ക്കൽ കടവ് സ്വദേശി ഫ്രാൻസിസ് എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള പുരയിടത്തിലാണ് ആനയുടെ ജഡം കിടന്നത്. തൊട്ടടുത്തുള്ള ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മരണം സംഭവിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ജഡത്തിന് ഒന്നിൽ കൂടുതൽ ദിവസത്തെ പഴക്കമുണ്ട്. ദുർഗന്ധം ഉയർന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികളും വീട്ടുകാരും ഇവിടെ പരിശോധന നടത്തിയത്. പിടിയാനയാണ് ചെരിഞ്ഞത്. ആനയുടെ ജഡം കിടക്കുന്നതിന്റെ സമീപത്തെ പ്ലാവിൽ നിന്ന് ചക്കയിടാൻ ശ്രമിക്കുന്നതിനിടെ ഇലക്ട്രിക് ലൈൻ പൊട്ടി ദേഹത്ത് വീണ് ഷോക്കേറ്റതാകാമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഷോക്കേറ്റ് ചെരിഞ്ഞ കാട്ടാനയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി സംഭവസ്ഥലത്ത് നിന്ന് രാത്രി തന്നെ കൊണ്ടുപോയി. ആന ചെരിഞ്ഞ പ്രദേശത്തിന്റെ തൊട്ടടുത്തുള്ള കോട്ടപ്പാറ വനമേഖലയിലേക്കാണ് ജഡം കൊണ്ടുപോയത്. കോട്ടപ്പാറയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇവിടെ തന്നെ സംസ്കരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. മൺസൂൺ കളർഫുൾ ആക്കാൻ വരുന്നു സിറ്റി സിൽക്സിന്റെ കർക്കിടക മേളം. ഫാമിലി ഫുൾ പാക്ക് പർച്ചേസ് എക്സ്പീരിയൻസിൽ സ്വന്തമാക്കാം 3 ബെഡ്ഷീറ്റുകൾ 500 രൂപ, 3 സിംഗിൾ ബ്ലാങ്കറ്റുകൾ വെറും 800 രൂപയിലും. എല്ലാ പർച്ചേസിംഗിലും 50% വരെ ഡിസ്കൗണ്ടും സ്പെഷ്യൽ ബൈ 1 ഗെറ്റ് 1 ഓഫറും. സിറ്റി സിൽക്സ്, ദ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്.